മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും ദുരനുഭവം പങ്കുവച്ച വിനോദസഞ്ചാരി ഊബറിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ലെന്നും മൂന്നാറിലെ ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയതായും മുംബൈ സ്വദേശി ജാൻവി സാമൂഹ്യ മാധ്യമം വഴി പങ്കുവച്ചിരുന്നു. വീഡിയോ പ്രചരിച്ചതോടെ പോലീസ് ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തു. ഈ വാർത്തയിൽ നമുക്കിപ്പോൾ ദേവികുളം MLA രാജ ചേരുന്നുണ്ട്. നമസ്കാരം MLA. എന്തായാലും ഈ ഒരു വിഷയം തങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം തന്നെ പെട്ടിരുന്നു. മറ്റു നടപടികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? നമസ്കാരം. ഈ വിഷയം എന്തായാലും രാത്രി അവർ ആ വീഡിയോ പങ്കുവച്ചതോടുകൂടിയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ ഏതായാലും ഈ പറഞ്ഞോളൂ MLA, കേൾക്കുന്നുണ്ട്. വന്ന സമയത്ത് നിലയ്ക്കാണ് വീഡിയോയിൽ മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും ദുരനുഭവം പങ്കുവച്ച വിനോദസഞ്ചാരിയുടെ വീഡിയോ സഹിതം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഊബറിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും മൂന്നാറിലെ ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയതായുമാണ് മുംബൈ സ്വദേശി ജാൻവി സാമൂഹ്യ മാധ്യമം വഴി ഇത് പങ്കുവച്ചത്. വീഡിയോ പ്രചരിച്ചതോടെ പോലീസ് ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തിരുന്നിട്ടുണ്ട്. MLA ഇപ്പോൾ ചേരുന്നുണ്ട്. MLA തുടരുക. അപ്പോ അങ്ങനെയാണ് സാധാരണ വെളിയിൽ നിന്നെല്ലാം വണ്ടികളിൽ അവിടെ നിന്ന് ടാക്സി വിളിച്ച് മൂന്നാറിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ പല ടൂറിസം ഡെസ്റ്റിനേഷനുകളും ആ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്, പിന്നീട് തിരിച്ചു പോകുന്നത്. പക്ഷെ ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അവിടുന്ന് ഒരു യുവ ടാക്സിയിൽ വന്നു. മൂന്നാർ വന്നതിന് ശേഷം ചില ആളുകൾ ആ വണ്ടി ഇവിടെ ഈ സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല, ഇവരുടെ വണ്ടി തന്നെ വിളിക്കണമെന്ന് പറയുന്നത് സാധാരണ ഇന്നലെയാണ് അങ്ങനെ കേൾക്കുന്നത്. അങ്ങനെയല്ല, നിലവിൽ അങ്ങനെയല്ല. ഇവിടെ വരുന്നവർ അവരുടെ വണ്ടിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഏതായാലും ഈ വിഷയത്തിൽ അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അവർക്ക് നടപടി സ്വീകരിക്കും. അത് തന്നെയാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ മൂന്നാർ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഒരു വിനോദസഞ്ചാരിയിൽ നിന്ന് ഇങ്ങനൊരു ദുരനുഭവം പങ്കുവയ്ക്കുമ്പോൾ മറ്റുള്ളവരിലേക്കും ഈ ഒരു വാർത്ത എത്തുകയാണ്. കേരളത്തിന്റെ ഒരു സഞ്ചാര മേഖലയിൽ അല്ലെങ്കിൽ വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്ന ഒരു വിഷയമായി തന്നെ ഇത് മാറും. അപ്പോൾ ഇതിനെന്തായാലും കൃത്യമായ ഒരു നടപടി തന്നെ സ്വീകരിക്കുമെന്ന് കരുതുന്നു ഞാൻ. തീർച്ചയായിട്ടും മൂന്നാറടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിൽ പല പ്രദേശത്തു നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുക. നാളെയും കൂടെ ഈ വിനോദസഞ്ചാരികൾ പോയാൽ മാത്രമേ മറ്റുള്ള ആളുകൾ ഇവിടത്തേക്ക് തിരിച്ച് എത്തുള്ളൂ. അപ്പൊ അതനുസരിച്ചുള്ള ഒരു ഇടപെടൽ ഇവിടെ നിന്നുള്ള ലോക്കലായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. നിലവിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. നന്ദി. മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും ദുരനുഭവം പങ്കുവച്ച വിനോദസഞ്ചാരികൾ ഊബറിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ലെന്നും മൂന്നാറിലെ ഡ്രൈവർമാർ ഭീഷണിപ്പെടുത്തിയതുമായാണ് മുംബൈ സ്വദേശി ജാൻവി ഈ ഒരു വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ദേവികുളം MLA രാജ പ്രതികരിക്കുകയായിരുന്നു. എന്തായാലും കൃത്യമായ നടപടി സ്വീകരിക്കും എന്നത് തന്നെയാണ് ഇപ്പോൾ MLAയും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിനോദസഞ്ചാര മേഖലയിൽ വെച്ച് നോക്കുമ്പോൾ മൂന്നാർ കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു വിനോദസഞ്ചാര മേഖല തന്നെയാണ് മൂന്നാർ. എന്തായാലും ഇങ്ങനൊരു ദുരനുഭവം പുറത്തേക്ക് പോകുമ്പോൾ ഇത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയാകും ഒരു മോശവൽക്കരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സന്ദേശമായി മാറും. എന്തായാലും ഇത്തരം ഒരു സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാനും ഈ വിനോദസഞ്ചാരിക്കുണ്ടായ ദുരനുഭവത്തിൽ ആരാണോ പങ്ക് അവരിൽ കൃത്യമായ മുൻ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ MLAയും പറഞ്ഞത്. എന്തായാലും പോലീസ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേസെടുത്തു എന്നൊരു വിവരം കൂടിയാണ് വരുന്നത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, എന്തായാലും മൂന്നാറിനെ സംബന്ധിച്ചോളം
ഒരു വിനോദസഞ്ചാര മേഖലയിൽ ഒരു ദുരനുഭവം പങ്കുവച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇപ്പോൾ ദേവികുളം MLA-യും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായ രീതിയിൽ നടപടി സ്വീകരിക്കും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റു നടപടികൾ ഇപ്പോൾ പോലീസ് വഴി എന്തൊക്കെയായി? തീർച്ചയായിട്ടും പോലീസ് കണ്ടാലറിയുന്ന ഡ്രൈവർമാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ 30-നാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഈ മുംബൈയിലെത്തിയ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഈ യുവതി. ഏതായാലും പോലീസിന് ഈ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായപ്പോൾ തന്നെ പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും തങ്ങളോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. തങ്ങളുടെ ഈ മറ്റൊരു ടാക്സിയിൽ പോകാൻ നിർബന്ധിതരാക്കുകയായിരുന്നു. യൂണിയൻ നേതാക്കളുമായിട്ടാണ് ഈ പോലീസ് സംസാരിച്ചത്. തങ്ങളോട് എന്താണ് പോലും ചോദിച്ചില്ല എന്നുള്ള രീതിയിലെല്ലാം തന്നെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏതായാലും വലിയൊരു ദുരനുഭവം തന്നെയാണ് ഈ വീഡിയോയിലൂടെ ഈ യുവതി പങ്കുവയ്ക്കുന്നത്. കൂടാതെ മൂന്നാറിന്റെ ടൂറിസം മേഖലയ്ക്ക് തന്നെ വലിയൊരു അപമാനകരമാകുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു ദുരനുഭവം പങ്കുവച്ചത് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. കാരണം കൊച്ചി, ആലപ്പുഴയിലെല്ലാം തന്നെ ഇവർക്ക് നല്ല സ്വീകരണം ലഭിച്ചു. മൂന്നാറിലെത്തിയപ്പോൾ മാത്രമാണ് തിരിച്ചു പോകുമ്പോൾ മാത്രമാണ് തനിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. അത് ഡ്രൈവർമാരിൽ നിന്നുണ്ടാകുന്നത് എല്ലാം തന്നെയാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഏതായാലും പോലീസിനെ വിളിച്ചെങ്കിലും പോലീസ് സ്ഥലത്തെത്തിയിട്ട് തന്റെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചില്ല എന്നുള്ള എടുത്തവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം തന്നെയാണ് പിന്നീട് തനിക്ക് കേരളം ഇഷ്ടമാണ്. പിന്നീട് ഒരിക്കലും ഇനി കേരളത്തിലേക്ക് ഇത്രയും സേഫ് അല്ലാത്തൊരു പ്രദേശത്തിലേക്ക് താൻ വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നെല്ലാം തന്നെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ആണ് ഇപ്പോൾ ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് എന്ന് വേണം പറയാം. കാരണം മുൻപും ഇതേപോലെ യൂബർ ടാക്സി ഡ്രൈവർമാരും മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ നിരന്തരം പ്രശ്നമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർ പറയുന്നത് അവരുടെ ഒരു ഓട്ടത്തെ അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗത്തെ ഇത് സാരമായി ബാധിക്കുന്നത്. കാരണം യൂബർ ടാക്സി വളരെ വിലക്കുറവിൽ പോകുന്നു. തങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പോലും ഈ ആ കാശ് തികയ്ക്കില്ല എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുൻപും നിരവധി തവണ ഈ യൂബർ ടാക്സി മൂന്നാർ ടാക്സി ഡ്രൈവർമാർ തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പോലീസ് ഇടപെട്ട് വീണ്ടും ഇവരെ സമന്വയിച്ച് കടത്തിവിടുകയായിരുന്നു. ഏതായാലും ഇതിപ്പോൾ ഒരു വിനോദസഞ്ചാരി ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവെച്ചതാണ് ഇപ്പോൾ വലിയൊരു അപമാനകരമായി തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. ഏതായാലും അവരുടെ ഒരു അനുഭവം വലിയ രീതിയിൽ അത് വൈറലായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഈ വീഡിയോ നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാറിലേക്ക് എത്തുന്ന ഒരു സഞ്ചാരികൾ സുരക്ഷിതരാണോ എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. അതുതന്നെയാണ് ബിനീഷ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ മൂന്നാർ, അതേപോലെ തന്നെ പല ഗോഡ്സ് ഓൺ കൺട്രി, കേരളത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. വിനോദസഞ്ചാരികൾ കേരളത്തിലെ ആകർഷിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് നല്ല രീതിയിലുള്ള യാത്രാ അനുഭവങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളം. കേരളത്തിൽ അല്ലെങ്കിൽ മൂന്നാറിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ വിനോദസഞ്ചാര മേഖലയെ ഒന്നാകം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ്. ഇതിപ്പോൾ മുംബൈയിൽ നിന്ന് ഒരു യുവതിക്കാണ് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. എന്നാലും ശക്തമായ രീതിയിൽ തന്നെ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ദേവികുളം MLA-യും ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കണ്ടാൽ അറിയുന്നവർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ ടാക്സി അസോസിയേഷനിൽ നിന്ന് കതിരേശൻ ചേരുന്നുണ്ട്. കതിരേശൻ, എന്താണ് സംഭവ സ്ഥലത്ത് കൃത്യമായി തന്നെ നടന്നത്? സ്ഥലത്താണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ മൂന്നാർ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് കതിരേശൻ. നമ്മള് ഇത് നേരത്തെ ഇപ്പം അല്ല, ഒരു 5 കൊല്ലമായിട്ട് നമ്മൾ തടയുന്നുണ്ട്. ഈ ഊപ്പറും ബൈക്ക് റെന്റൽ ബൈക്കും ഓടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരത്തെ തൊട്ട് തന്നെ തടഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കോടതിയായിട്ട് സമീപിച്ചിട്ടുണ്ട്. ഓർഡറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ ഊപ്പർ എന്ന് പറഞ്ഞാൽ അവർ എറണാകുളത്ത് നിന്ന് പാതി റേറ്റൊക്കെയാണ് വരുന്നത്. നമുക്കിപ്പോൾ 5000 രൂപ വാടക ഉണ്ടെങ്കിൽ അതിൽ 2500 രൂപയ്ക്ക് അവരങ്ങ് അവിടെ നിന്ന് വരിക, കയറ്റിട്ട് ഒന്ന് വിട്ടിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് പിക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞങ്ങൾക്ക് ടാക്സി ഓടിക്കാൻ പറ്റത്തില്ല. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത് തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടാണ് റെഗുലറായിട്ട് വരുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മളന്ന് ഞങ്ങളുടെ ടാക്സി ഡ്രൈവർമാർ പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. കാര്യമായിട്ടാണ് പറഞ്ഞത്. വേറൊന്നും അവർ വാക്ക് വ്യത്യാസം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കൈ തടസ്സങ്ങളൊന്നും ഇല്ല. ഇതിപ്പോൾ അവർ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചായിരുന്നു. അതിന് ഞങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് എല്ലാ ഏർപ്പാടും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ മോശമായ ഒരു செயലാണ്. ഇങ്ങനെ ഞങ്ങളുടെ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ
ഡ്രൈവർമാർക്ക് മൊത്തം 500 ഡ്രൈവർമാരുണ്ട്. എല്ലാവർക്കും ഈ ഊപ്പറും റെന്റൽ ബൈക്കും കൂടി ഓടുവാണെങ്കിൽ മൂന്നാറിൽ ടാക്സി ഓടിക്കുന്ന തൊഴിലിന്മ ഇല്ലാതാകും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തടഞ്ഞത് ഉണ്ടായിരുന്നു. ഹലോ കതിരേശൻ, മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി മുൻപ് തന്നെ അവിടെയുള്ള MLA ചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെ, നേരത്തെ ഞങ്ങൾ എസ് രാജേന്ദ്രൻ XMLA ആയിരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തായിരുന്നു. ഈ ഇപ്പോൾ ഉള്ള രാജ MLA ആയിട്ട് ഞങ്ങളൊന്നും സംസാരിച്ചില്ല. കാരണം ഞങ്ങൾ നേരിട്ട് തന്നെ കോടതിക്ക് പോകാനും അതിനുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് തടയാനുള്ള സംവിധാനം മാത്രം ചെയ്തിട്ടുള്ളൂ. വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഈ വിനോദസഞ്ചാരി മുംബൈ സ്വദേശിയായിട്ടുള്ള ഒരു ജാൻവി എന്നൊരു യുവതിയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് വളരെ മോശമായൊരു ദുരനുഭവമാണ് ഇപ്പോൾ അവിടുത്തെ ഡ്രൈവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ജാൻവിയും പറയുന്നത്. ഊബറിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും എനിക്കിനി മൂന്നാറിലോട്ട് വരാൻ ഭയം എന്നൊരു രീതിയിലാണ് ഇപ്പോൾ ജാൻവിയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. കതിരേശൻ, ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഈ ഇന്ത്യയിലല്ല, വലിയ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ ഒന്നുമല്ല. വരുന്നവർ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്നാറിലേക്ക് വരുന്നത്. അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മൾ എടുത്ത് ചെയ്തു കൊടുക്കണ്ടേ. വരുന്നവരെ നമ്മൾ പരമാവധി അവർക്ക് എന്തൊക്കെ ചെയ്യണോ എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ ഉള്ള ചില ആൾക്കാർ മാത്രം നമുക്ക് ഓപ്പോസിറ്റിൽ നിൽക്കുവാണ്. എന്നുവെച്ചാൽ ഇവിടെ പാർട്ടിയായിട്ടുള്ള ചെറിയ ഒരു വിഷയമുണ്ട്. എന്നുവെച്ചാൽ ഈ ഭരണം ഭരിക്കുന്നവർ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കണം. അതില്ല ഇവിടെ. മൂന്നാറെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഈ വിഷയം വരുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ വർഷങ്ങളായിട്ട്, അത് ഞാൻ പറഞ്ഞത് 5 വർഷമായിട്ട് ഞങ്ങൾ വണ്ടി തടഞ്ഞ് ഡ്രൈവർമാരെ വിളിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. എറണാകുളം, കൊച്ചിൻ, ട്രിവാൻഡ്രം എല്ലാ ഭാഗത്തു നിന്നും വണ്ടി, ഊപ്പർ വണ്ടി ഇവിടെ കിടക്കുക. രാത്രി വണ്ടിക്കകത്ത് കിടന്നിട്ട് ഈ ഓൺലൈനിലാണ് ബുക്കിംഗ്. അത് എടുക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത്. അപ്പം നമ്മളത് തടയുന്ന വെച്ചാൽ ഞങ്ങൾക്ക് ജീവിതം വളരെ മോശമാണ്. അതുകൊണ്ടാണ്. വ്യക്തമാണ് കതിരേശൻ. എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് കതിരേശൻ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഊബർ വന്നതിന് ശേഷം ടാക്സി ഡ്രൈവർമാരുടെ ഒരു ആശങ്കയും കൂടാണ് കതിരേശൻ ഇപ്പോൾ പങ്കുവച്ചത്. ഒരു ദിവസം കൃത്യമായ രീതിയിൽ ഓടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഓട്ടം കിട്ടുന്നില്ല എന്നതാണ് കതിരേശൻ പറയുന്നത്, അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഈ സമയത്ത് നോക്കിയാലും ഞങ്ങളുടെ ടാക്സി സ്റ്റാൻഡിൽ അത്ര വണ്ടികൾ അവിടെ വെയിറ്റിംഗിലാണ്. പക്ഷെ പുറമേ ഇരുന്ന് വരുന്ന ഊപ്പർ വണ്ടികൾ ഓരോ ഭാഗത്ത് വണ്ടി കിടക്കുക. അവർ ഓൺലൈനിൽ ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ വണ്ടി എവിടെ കിടക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് അറിഞ്ഞിട്ട് വേണമെങ്കിൽ ഞങ്ങൾ പയ്യന്മാരെ പറഞ്ഞു വിടും. ഈ സ്ഥലത്ത് ഒരു വണ്ടി കിടപ്പുണ്ട്, ഒന്ന് പറഞ്ഞു വിടണമെന്ന് പറയും. അവന് KSRTC സ്റ്റാൻഡിൽ കിടക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു വിടുമ്പോൾ ആ വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് മാട്ടുപ്പെട്ടി മുകളിലേക്കുള്ള റോട്ടിൽ എവിടെ കൊണ്ട് നിർത്തും, ഓഫ് ചെയ്യും. പിന്നെ അവനെ ഒരു ഹാഫ് ആൻ അവർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓൺ ചെയ്യുന്നത്. ഓൺ ചെയ്യുമ്പോൾ അവന് ആ ലൈനിൽ പിക്കപ്പ് ആകുമ്പോൾ ഞങ്ങൾ പിന്നെയും തടയും. അതാ ഇപ്പം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായി മൂന്നാറിൽ ടാക്സി ഡ്രൈവർമാരിൽ നിന്നും ദുരനുഭവം പങ്കുവച്ച വിനോദസഞ്ചാരി കഴിഞ്ഞ ദിവസമായി ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. മുംബൈ സ്വദേശി ജാൻവിയാണ് ഈ വിഷയത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടത്. ഈ വിഷയത്തിൽ തന്നെ ദേവികുളം MLA രാജ നമ്മളോടൊപ്പം പങ്കുചേർന്നിരുന്നു. രാജ MLA പറഞ്ഞിരിക്കുന്നത് എന്തായാലും കൃത്യമായ രീതിയിൽ ആരാണോ ഈ വിഷയത്തിന് പിന്നിലുള്ളിൽ അവരെ നടപടിയിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് പറയുന്നത്. ടാക്സി അസോസിയേഷൻ മെമ്പറായ കതിരേശനും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. കതിരേശനും പറഞ്ഞത് അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ഒരു മോശ സാഹചര്യം ഞങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. കോടതിയിൽ ഒരു കേസ് വരെ ഇതിനു മുമ്പും ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ വച്ചിട്ടുണ്ട്. ടാക്സിയും ഊബറും തമ്മിലുള്ള ചില വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ് ടാക്സി അസോസിയേഷൻ മെമ്പറായ കതിരേശനും പറഞ്ഞിരിക്കുന്നത്.